എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2026. Two of Wands, Three of Wands, Page of Wands, Death card, Ten of Cups, Four of Swords. Two of Wands, Ten of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളുകൾക്ക് ശേഷം കുടുംബത്തിൽ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം സംഭവ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണെന്ന് പറയാം. വളരെയധികം അതായത് എന്തോ ഒരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ്, അതായത് നിങ്ങൾ എന്തോ ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കലാപരമായിട്ട് അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ കേരള കരകൗശല വസ്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ജനറലി എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ, അല്ലെങ്കിൽ അതേപോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകളോ പുരുഷന്മാരോ, അതല്ലെങ്കിൽ വളമാല അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള അങ്ങനെ ഒരു കുറച്ച് ക്രിയേറ്റിവിറ്റി വേണ്ടുന്ന തരത്തിൽ, അതായത് നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെയുള്ളത് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ആ ഒരു നിങ്ങളുടെ കഴിവ് അത് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഗുണം ചെയ്യുന്നു. അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാനുള്ള ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പ്രയോജനം നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നുണ്ട്. വളരെയധികം ഒരു ഫ്രീ സ്പിരിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു പ്രായഭേദമന്യേ ആ ഒരു ചിന്തയാണ്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ പ്രായം യങ്സ്റ്റർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരി ഐഡിയാസ്, ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഒത്തിരി ഒരു വളരെയധികം എനർജറ്റിക് ആയിരിക്കും. പക്ഷെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ്. അപ്പോൾ പ്രായത്തെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ കുറച്ച് എനർജറ്റിക് ഒത്തിരി ഊർജ്ജസ്വലരായിരിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വളരെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബ അന്തരീക്ഷം പൊതുവെ പറയുകയാണെങ്കിൽ കുടുംബ അന്തരീക്ഷം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 10 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം, നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ സൃഷ്ടിച്ച് തരും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആകുന്നുണ്ട് ജീവിതത്തോട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും നിങ്ങൾ സ്വയം പഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയുന്നൊരു മതിലാണ് മറ്റുള്ളവരുടെ, ആരെങ്കിലും പഴിചാരൽ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായതിന് മറ്റുള്ളവരാണ് കാരണം എന്നുള്ളൊരു പഴിചാരൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ തൃപ്തരായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ഉള്ളതിൽ നിങ്ങൾ തൃപ്തി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മറ്റുള്ള, അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തൃപ്തി കണ്ടെത്തുക, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ളവരാകുന്നു ദൈവത്തോടും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങളല്ല, നിങ്ങളായിട്ട് ശ്രമിക്കാത്തതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സമയം. അപ്പോൾ സാഹചര്യങ്ങൾ, കുടുംബമായിക്കോട്ടെ, ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഈ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാണ് എന്ന് ചില ആളുകൾ പറയുമെങ്കിൽ കുടുംബ അന്തരീക്ഷത്തെ പഴി പറയും. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ 3 ഓഫ് ഫോൺസ് ഡെത്ത് കാർഡ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു സമയമാണ്, ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ജോലിയിൽ. ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ളവർ, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവിടെ കാര്യമില്ല, കാരണം അവിടെ നിന്നാൽ മുന്നോട്ടേക്ക് പോകാൻ ഒരു വഴിയില്ല നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാലും
നിങ്ങൾ ശ്രമിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടാവും. ചില ആളുകൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടാവും, ജോലിക്ക് ശ്രമിക്കുന്നു, ഇൻ്റർവ്യൂ വെച്ച് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നിട്ട് അത് വിട്ടുപോകുന്നു എന്നുള്ളത്. പല പല കാരണങ്ങൾ ഇതിൽ. ഒന്ന്, നിങ്ങളുടെ കോൺഫിഡൻസ് കാരണം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ വീണ് കിടപ്പുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ശരിയല്ലെങ്കിൽ ഇപ്പോൾ കിട്ടാൻ സാധ്യത, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആളുകൾ യുദ്ധമാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിലും ജോലി കിട്ടിപ്പോയവരുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾ നഷ്ടങ്ങൾ അനുഭവിച്ചവരുണ്ട്. പക്ഷെ അതേ സമയത്താണ് പല ആൾക്കാരും ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരും. അപ്പോൾ ആ ഒരു സമയത്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം സാധ്യതകൾ ഉണ്ട് മുന്നിലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയം ആണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഒരു മൊത്തം മാറ്റമാണ് ജീവിതത്തിൽ. നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം, ഒരു റീബേർത്ത് ഉണ്ടാകണമെങ്കിൽ ഡെത്ത് സംഭവിക്കണമല്ലോ. അതായത് മരണം സംഭവിച്ചാണ് പുനരഭി ജനനം, പുനരഭി മരണം എന്നാണ്. മരണം സംഭവിച്ചാലാണ് ജനനം ഉണ്ടാകുന്നത്. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, ചില കാര്യങ്ങൾ തീർന്നാലാണ് പുതിയ ചില കാര്യങ്ങൾ സംഭവിക്കുക. ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടമായിട്ട് കാണുന്നുണ്ടാവും, പക്ഷേ അതൊരു നഷ്ടമല്ല, അതിനേക്കാൾ മികച്ചൊരു വലിയ കാര്യം സംഭവിക്കുന്നൊരു സമയമാണെന്ന് പറയാം. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു സമയമാണ്. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുകയും നിങ്ങൾ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് അന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രകളുണ്ട്. യാത്രകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾക്കുള്ള സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നിങ്ങളൊരു ബസ്സിലോ ട്രെയിനിലോ മാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആദ്യമായിട്ട് അവസരം കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്രൂസ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇത് വലിയൊരു ഓരോരുത്തരുടെ സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ ഒരു ആൻഡമാനിലേക്ക് പോകുന്ന ഒരു ക്രൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലക്ഷദ്വീപ് ആവാം. പക്ഷെ എന്നാലും നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഇതാണ്. എപ്പോഴും എല്ലാവരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരാളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നു എന്നുള്ള ചിന്തയിലാണെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചുവടാണത്. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ലഭിച്ച അതിന് നിങ്ങൾ നന്ദി പറയുകയും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യാതെ മറ്റുള്ളവർ ഇത്രയും വലിയ സ്ഥലത്തേക്ക് പോയി എന്നുള്ള ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതേപോലെ 3 of Wands and 4 of Swords എന്നെ ചെയ്യണം. ഒരു ഹോം സിക്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാടിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലെ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഓണം അതുപോലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം സിക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് പറയാൻ. അല്ലാതെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിൽക്കുന്നതോ, അല്ലെങ്കിൽ എനിക്ക് സങ്കടത്തിലേക്ക് പോയ ഒരു ഡിപ്രഷൻ ആ ഒരു ഫേസിലേക്ക് പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നവർക്ക് പറ്റിയ സമയമാണ്. അതിനുവേണ്ടി ശ്രമിക്കാം. പലയിടങ്ങളിലും ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് പോകുന്ന സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് പേജ് ഓഫ് ഫോൺസ് ആൻഡ് 10 of Cups എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിലപ്പുറം നിങ്ങൾ മറ്റുള്ളവർ ഇപ്പോൾ ഉദാര മനസ്കരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരു പരിധി വരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇമേജ് കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ആർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് തന്നെ. അതായത് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ് നിങ്ങളെ കാണുന്നത്. ആ ചിന്ത മാറ്റി വെച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. കുടുംബത്തെക്കാൾ കൂടുതൽ നിങ്ങൾ സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ബന്ധം നിങ്ങൾക്ക് വിട്ടുപോകാം. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ. കാരണം നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, പെട്ടെന്ന് കരച്ചിൽ വരുന്ന നിങ്ങൾ പറയുന്നുണ്ട്. സിറ്റുവേഷൻസ് മുതലെടുക്കുന്ന ഒരു രീതിയുണ്ട്, അത് ഒഴിവാക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത്. അത് പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ കുറച്ച് ജെന്യുവനായിട്ടിരിക്കുക. നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കഥ പറയാൻ ഒത്തിരി കഴിവുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അത് നിങ്ങളുടെ സംസാരിക്കുമ്പോൾ മൈൻഡിൽ വേറെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് വരും. പക്ഷെ അതൊന്നും നടന്നിട്ടുള്ള കാര്യമായിരിക്കില്ല. മറ്റുള്ളവർ നിങ്ങളെ
അതായത് ഒരു നുണച്ചി എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ 10 രൂപ കിട്ടേണ്ടടുത്ത് നിങ്ങൾക്കൊരു 100 രൂപ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.